ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പോലീസ് പരിഷ്കരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം നൽകാനും ജനാധിപത്യ പോലീസ് എന്ന സങ്കല്പത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന ഫീലിംഗ് എല്ലാ പൗരന്മാർക്കും ഉണ്ടാകുക, അവർക്ക് പോലീസ് സ്റ്റേഷനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുക, അതുപോലെ പോലീസുകാർക്കും എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന വികാരത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള അവസരം നൽകുക. അപ്പോൾ പോലീസ് സ്റ്റേഷൻ ഫ്രണ്ട്ലി ആക്കുക എന്ന ലക്ഷ്യമാണ് ജനങ്ങളുടെ പരാതികളും ആവലാതികളും സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കുന്ന ഒരു സംവിധാനം ഇതോടൊപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഓഗസ്റ്റ് 15 മുതൽ കേരളത്തിലെ പോലീസിൽ വരുത്തുന്ന ഒരു വലിയ മാറ്റമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം. കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് സ്റ്റേഷൻ്റെ ചുമതല SHOമാരുടെ ചുമതല സർക്കിൾ ഇൻസ്പെക്ടർമാർക്കായിരുന്നു. പണ്ട് ഈ ചുമതല SIമാർക്കായിരുന്നു. ഞങ്ങൾ ഈ രണ്ട് കാലഘട്ടത്തിലെയും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ DGPയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വെച്ചിരുന്നു. ആ കമ്മിറ്റി വളരെ വിശദമായ പരിശോധന നടത്തിയതിന്റെ വെളിച്ചത്തിൽ സ്റ്റേഷനുകളുടെ ചുമതല SIമാർക്ക് നൽകാനും CIമാർക്ക് 3-4 പോലീസ് സ്റ്റേഷനുകളുടെ സൂപ്പർവൈസറി പൊസിഷൻ നൽകാനും ഉള്ള ശുപാർശയാണ് ലഭിച്ചത്. ഗവൺമെൻറ് അത് അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 15 മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ സർക്കാർ തീരുമാനിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് SHOമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കുന്ന തീരുമാനമെടുത്തു. അപ്പോൾ അതിൽ ഒരു സമൂലമായ പരിവർത്തനമാണ് ഇപ്പോൾ വരുത്താൻ ഉദ്ദേശിക്കുന്നത്. സബ് ഇൻസ്പെക്ടർമാരായി നേരിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന യുവതികൾക്ക് പുതിയ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ലഭിക്കുന്നത് അവരുടെ കാര്യക്ഷമതയെയും എടുക്കാനുള്ള കഴിവിനെയും ശക്തമാക്കുമെന്നാണ് DGP നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. കേരളത്തിലെ 484 ലോ ആൻഡ് ഓർഡർ പോലീസ് സ്റ്റേഷനുകളുടെയും കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ തങ്ങളുടേതു കൂടിയാണ് എന്ന് ബോധ്യപ്പെടാനും ജനകീയ പോലീസിംഗ് എന്ന ആശയം കൂടുതൽ ദൃഢമാക്കാനും ഇത് ഉപകരിക്കും. കേരളത്തിലെ 419 പോലീസ് സ്റ്റേഷനുകളിലാണ് ഓഗസ്റ്റ് 15 മുതൽ SHOമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കുന്നത്. അതേസമയം വളരെയധികം പ്രാധാന്യമുള്ള 64 പോലീസ് സ്റ്റേഷനുകളിൽ SHOമാരായി സർക്കിൾ ഇൻസ്പെക്ടർമാർ തുടരും. ഉദാഹരണമായി തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം തുടങ്ങിയ തിരക്കേറിയ നമ്മുടെ സിറ്റികളിൽ ഉൾപ്പെടെയാണ് ഈ 64 പോലീസ് സ്റ്റേഷൻ. മുല്ലപ്പെരിയാറിൻ്റെ നിർണായകവും തന്ത്രപരവുമായ പ്രാധാന്യം കൊടുത്ത് ആ സ്റ്റേഷന്റെ ചുമതല SHOയുടെ ചുമതല DYSPക്കായിരിക്കും. ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ രൂപീകരിച്ചത്. അന്നും DYSPക്കായിരുന്നു അതിൻ്റെ ചുമതല. ഇപ്പോഴത് തുടരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടതുമായൊരു കാര്യം, കേരളത്തിലെ 63 പോലീസ് സ്റ്റേഷനുകളിൽ SHOമാരാകാൻ പോകുന്നത് വനിതാ സബ് ഇൻസ്പെക്ടർമാരായിരിക്കും. അപ്പം 63 പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല വനിതാ സബ് ഇൻസ്പെക്ടർമാർക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം കൂടി എടുക്കുന്നുണ്ട്. സബ് ഇൻസ്പെക്ടർമാരെ SHOമാരായി നിയമിക്കുമ്പോൾ അവർക്ക് മാർഗനിർദ്ദേശം നൽകാനും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും മീൻസ് ഒരു ഓവറോൾ സൂപ്പർവിഷനുള്ള അധികാരം സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ കീഴിൽ 200 പോലീസ് സർക്കിളുകൾ രൂപീകരിക്കുകയാണ്. അവരായിരിക്കും
മൊത്തത്തിൽ അവരുടെ കീഴിലുള്ള പോലീസ് സ്റ്റേഷനുകളുടെ നിരീക്ഷണവും മാർഗനിർദ്ദേശങ്ങളും നേതൃത്വവും നൽകുന്നത്. ഇനി മൈ പോലീസ് സ്റ്റേഷൻ, എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്നുള്ള പദ്ധതിയുടെ സവിശേഷതകൾ ഞാനൊന്ന് വിശദീകരിക്കാം. പോലീസ് സ്റ്റേഷനിലെത്തുന്ന ഓരോ വ്യക്തിയുടെയും അന്തസ്സിനെയും അഭിമാനത്തെയും അവകാശത്തെയും മാനിച്ചുകൊണ്ട് മെച്ചപ്പെട്ട സമയബന്ധിതമായ സേവനങ്ങൾ നൽകിക്കൊണ്ട് വിവിധ ആവശ്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്ന പൗരന്റെ സംതൃപ്തി ഉറപ്പാക്കുക എന്നതാണ് എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന ഈ പദ്ധതിയുടെ ലക്ഷ്യം. കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡി മർദ്ദനങ്ങൾ എന്നിങ്ങനെ കസ്റ്റോഡിയൽ ക്രൈംസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് എൻ്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ അടുത്ത സുപ്രധാനമായ ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും അപരിഷ്കൃതമായ നടപടികളൊന്നാണ് കസ്റ്റോഡിയൽ ക്രൈംസ്. ഒരു പരിഷ്കൃത സമൂഹത്തിനും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്. ആരുടെ നേരെ മൂന്നാം മുറ പ്രയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇത് നിയമവിരുദ്ധമാണ്, മാനവിക വിരുദ്ധമാണ്. കുറ്റകൃത്യം തെളിയിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അതിനായി സ്വീകരിക്കുന്ന മാർഗങ്ങളും സമീപനങ്ങളും. അതുകൊണ്ട് തന്നെ കസ്റ്റോഡിയൽ ക്രൈംസ് ഒരു കാരണവശാലും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലായിരിക്കും മൈ പോലീസ് സ്റ്റേഷൻ, എൻ്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം പുതിയ SHOമാരായി വരുന്ന SIമാർക്കെല്ലാം ഒരു ഓറിയന്റേഷൻ ട്രെയിനിങ് നൽകണം. പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഘട്ടം ഘട്ടമായി ഓറിയന്റേഷൻ ട്രെയിനിങ് നൽകണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പം തന്നെ ഓൾറെഡി SIമാരുടെ കഴിഞ്ഞു, SIമാരുടെ കഴിഞ്ഞു. ഇപ്പം CIമാരുടെ ട്രെയിനിങ് തിങ്കളാഴ്ച തീരും. ഓൾറെഡി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർവൈസറി ഇൻസ്പെക്ടർമാരുടെയും DYSPമാർക്കും പ്രത്യേക പരിശീലനം നൽകും. സൂപ്പർവൈസറി ഉദ്യോഗസ്ഥർ എന്നത് സർക്കിൾ ഇൻസ്പെക്ടർമാർ മുതൽ മുകളിലോട്ടുള്ളവരാണ്. ഇവരുടെ സജീവമായ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും സുഗമമാക്കാനും കഴിയൂ. പൗരന്മാരോടും അതോടൊപ്പം തന്നെ തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന കീഴ് ജീവനക്കാരോടും നല്ല ബന്ധം പുലർത്താൻ സൂപ്പർവൈസറി ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയണം. അനാവശ്യമായ സമ്മർദ്ദം പലപ്പോഴും ആത്മഹത്യയിലേക്കും സംഘർഷത്തിലേക്കും ഒക്കെ പോലീസുകാരെ നയിക്കുന്നു എന്നുള്ള പരാതികൾ പണ്ട് മുതലേ ഉള്ളതാണ്. ആ അവസ്ഥ ഒഴിവാക്കാൻ കൂടി ഈ ട്രെയിനിങ് സംവിധാനം സഹായിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. സൂപ്പർവൈസറി ഉദ്യോഗസ്ഥന്മാർ സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ പഠിക്കുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് നമുക്കറിയാം സൈബർ ക്രൈംസ് ആണ് കൂടുതലുള്ളത്. സൈബർ ക്രൈംസ് കൂടുന്നു. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രൈംസ് വർദ്ധിക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പോലീസുകാരും സൂപ്പർവൈസറി ഉദ്യോഗസ്ഥന്മാരും സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും വേണം. അതുവഴി മെച്ചപ്പെട്ട സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഹൈടെക് കുറ്റകൃത്യങ്ങളുടെ കാലമാണ്. ലോൺ ആപ്പുകൾ, സൈബർ തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയയിലുള്ള അപമാനങ്ങൾ, ഇതെല്ലാം വൻതോതിൽ വർദ്ധിച്ചു വരികയാണ്. ഇതെല്ലാം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ പോലീസിനെ പ്രാപ്തമാക്കും. ഇതിനായി IG സെക്യൂരിറ്റി, അതാണ് ഏറ്റവും പ്രധാനം. ഇതിനായി IG സൈബർ സെക്യൂരിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രത്യേക സംവിധാനം തന്നെ കാര്യക്ഷമമായി ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അതുകൊണ്ട് ഇത്തരം ഫ്രോഡുകൾ കണ്ടെത്താനും ഇരകളാകുന്ന ആളുകൾക്ക് പൂർണ്ണമായ നീതി ഉറപ്പുവരുത്താനും കഴിയത്തക്ക നിലയിൽ ഈ IG സൈബർ സെക്യൂരിറ്റിയുടെ മേൽനോട്ടത്തിലുള്ള പ്രവർത്തനത്തിന് കഴിയുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ കേരളം നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് കമ്മ്യൂണിറ്റി പോലീസ്. ആ
ആ കമ്മ്യൂണിറ്റി പോലീസ്, ജനമൈത്രി പോലീസ്, അത് നല്ല പ്രയോജനം ചെയ്ത ഒന്നാണ്. പക്ഷെ കഴിഞ്ഞ കുറേ കാലമായി അത് യാന്ത്രികമായ പ്രവർത്തനത്തിലേക്ക് ചുരുങ്ങുകയുണ്ടായി. വാസ്തവത്തിൽ കമ്മ്യൂണിറ്റി പോലീസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബീറ്റ് പോലീസാണ്. വീടുകളിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കുക, പ്രായമായ ആളുകളെ സഹായിക്കുക, വിദേശത്തുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് സഹായം കൊടുക്കുക, അങ്ങനെ രോഗികളും കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹായം. അങ്ങനെ കമ്മ്യൂണിറ്റി പോലീസിങ് ഒരു നല്ല സ്കീമായിരുന്നു. ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴും അതിനെ ശക്തിപ്പെടുത്താൻ തന്നെ നമ്മൾ നടപടി സ്വീകരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അതിൻ്റെ പര്യാപ്തമായ നിലയിൽ കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ ശക്തിപ്പെടുത്താൻ ഉള്ള തീരുമാനം കൂടി നമ്മൾ എടുക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫീഡ്ബാക്ക്, മൈ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ എൻ്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒരു ഫീഡ്ബാക്ക് ശേഖരിക്കാനുള്ള സംവിധാനം. റേഞ്ച് DIGമാരുടെ ചുമതലയിലുള്ള ഓരോ സ്റ്റേഷനിൽ നിന്നും ഫീഡ്ബാക്കുകൾ ശേഖരിക്കുക. അപ്പം DIGമാർ എന്ത് ചെയ്യണം? അവരുടെ കീഴിലുള്ള ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫീഡ്ബാക്ക് എടുക്കുക, വിവരങ്ങൾ മനസ്സിലാക്കുക. എത്ര പെറ്റീഷൻ വരുന്നു, എത്ര പെറ്റീഷൻ ഡിസ്പോസ് ചെയ്യുന്നു, ആളുകളോട് എങ്ങനെ പെരുമാറും, ഈ തരത്തിലുള്ള ഫീഡ്ബാക്കുകൾ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചുള്ളതും തെളിയിക്കുന്നതിനെ സംബന്ധിച്ചതുമായ കാര്യങ്ങൾ സ്വീകരിക്കുക. അത് വിലയിരുത്തിക്കൊണ്ട് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ അതാത് പോലീസ് സ്റ്റേഷനിലെ SHOമാർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും നൽകുക എന്നുള്ളതാണ് ഈ മൈ പോലീസ് സ്റ്റേഷൻ, എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഈ ഫീഡ്ബാക്കുകൾ കിട്ടാത്തത് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും വിലയിരുത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഈ എൻ്റെ പോലീസ് സ്റ്റേഷൻ സ്കീമിലൂടെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വിലയിരുത്തൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ADGP ലോ ആൻഡ് ഓർഡർ ആയിരിക്കും മൈ പോലീസ് സ്റ്റേഷൻ്റെ കോർഡിനേറ്റർ. CP വിജയൻ ആയിരിക്കും അതിൻ്റെ കോർഡിനേറ്റർ. സംസ്ഥാന പോലീസ് മേധാവി ഈ പദ്ധതിയുടെ പ്രതിമാസ പ്രോഗ്രസ് റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് സമർപ്പിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിലുള്ള ഏറ്റവും വലിയ പരാതി വരുന്നത് പലപ്പോഴും ഒരു പരാതി കൊടുത്തിട്ട് പരിഹാരം ഉണ്ടാകുന്നില്ല. ഈ ആളുകൾ വീണ്ടും വീണ്ടും ഈ പരാതിയുടെ പുറകെ നടക്കും. അപ്പം ഒരു മാസത്തിൽ എത്ര പരാതി കിട്ടി, അപ്പം DGPക്ക് അറിയാൻ പറ്റും. തൻ്റെ ഓഫീസിൽ ഇരുന്നാൽ അദ്ദേഹത്തിന് അറിയാൻ കഴിയും എത്ര FIR ഇട്ടു, എത്ര എണ്ണം തീർപ്പ് കൽപ്പിക്കുന്നു. അതാണ് പ്രധാനം. എത്ര എണ്ണം തീർപ്പ് കൽപ്പിക്കുന്നു, തീർപ്പ് കൽപ്പിക്കാത്തത് എന്തുകൊണ്ട്? ഇതൊരു ചോദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ സ്പീഡി ഡിസിഷൻസ് ഉണ്ടാകും. അപ്പോൾ അതിനുള്ളൊരു സംവിധാനം കൂടി ഇതിലൂടെ ഉണ്ടാകും. സാധാരണ ജനങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നു കഴിഞ്ഞാൽ ആ പരാതികൾ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുള്ള പ്രത്യേക സംവിധാനം ഉണ്ടാകും. ഒക്ടോബർ 2 മന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും ഹൈടെക് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന പരാതികൾ കൃത്യമായി അതിന് പരിശോധിച്ച് തീരുമാനമെടുക്കാനും അത് ആളുകളെ അറിയിക്കാനുമുള്ളൊരു നൂതന സംവിധാനം കൂടി, ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം, ഒരു നൂതന സംവിധാനം കൂടി ഒക്ടോബർ 2 നിലവിൽ വരാൻ പോവുകയാണ്. കാരണം നമുക്കൊരു പരാതി തന്നിട്ട് പിന്നെയും വരുന്ന ആളുകൾ എന്താ പറയുന്നത്? സാർ, അന്ന് ഞാൻ പരാതി തന്നിരുന്നു, ഒന്നും ആയില്ല. അപ്പം പൊതുജനങ്ങൾക്ക് പരാതി നൽകിയാൽ അവർക്ക് സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. ചിലതിന് നമുക്ക് സാഹചര്യം ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം കോടതി കിടക്കുന്നതായിരിക്കും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷെ പരാതി തരുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിലുള്ള പരാതി സോൾവ് ചെയ്ത് അവരെ അറിയിക്കാനുള്ളത് ഒരു ജനാധിപത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഗ്രീവൻസസ് റിഡ്രസൽ, അത് പോലീസ് സ്റ്റേഷൻ മുതൽ ആഭ്യന്തരമന്ത്രി വരെയുള്ള ഓഫീസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മൈ പോലീസ് സ്റ്റേഷൻ എന്ന പുതിയ നമ്മുടെ ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ പോലീസ് സ്റ്റേഷനെ പറ്റിയുള്ള പോലീസിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശരിയാവുകയുള്ളൂ, പോലീസിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ട്രെയിനിങ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്
അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനനുസരിച്ച് ഞങ്ങൾ പോലീസ് ട്രെയിനിങ്ങിലും കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ ഉള്ള നിർദ്ദേശം DGPക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഇപ്പോൾ ആ സിലബസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പോലീസുകാരന് കൊടുക്കേണ്ട ട്രെയിനിങ്ങിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതും ആവശ്യമാണ്. അപ്പം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ സെൻട്രിക് റിഫോം എന്ന് പറയുന്നത്. ആ റിഫോമിലൂടെ ജനങ്ങൾക്ക് പരമാവധി സൗകര്യമൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുപോലെ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളും ഇപ്പം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓരോ പോലീസ് സ്റ്റേഷനും ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചപ്പും ചവറും ഈ വർഷങ്ങളായി കിടക്കുന്ന പഴയ വാഹനങ്ങളും തുരുമ്പും ഇതെല്ലാം മാറ്റി പോലീസ് സ്റ്റേഷൻ പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കി ജനങ്ങൾ വന്നാൽ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം പരമാവധി സ്ഥലങ്ങളിൽ അവർക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ളത് നൽകാനുള്ള സംവിധാനം, എല്ലാ പോലീസ് സ്റ്റേഷനും ഒരേ കളർ, ഒരേ പെയിൻറ്റ്, ഒരേ രീതി, ഒരേ സംവിധാനം. അപ്പോൾ ഓഗസ്റ്റ് 15 കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും നവീകരിക്കപ്പെടുകയാണ്. ഒരേ പെയിൻറ്റ് അടിച്ച് ഒരേ സാഹചര്യം ഉണ്ടാക്കി അവിടെ ഉണ്ടായിരുന്ന ഈ തുരുമ്പും പഴയ വാഹനങ്ങളെല്ലാം മാറ്റി വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ. ഇപ്പം മൈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഘടകമാണ്. ഇപ്പം തന്നെ ബാലരാമപുരത്ത് ജനങ്ങൾ മുന്നോട്ട് വന്ന് CI ഓഫീസ് പണിഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇറ്റ്സ് എ പീപ്പിൾ, ജനങ്ങൾക്ക് ആവശ്യമാണ് പോലീസ്, പോലീസ് ജനങ്ങളോടൊപ്പമാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മുന്നിൽ വെച്ചുകൊണ്ടാണ് സമഗ്ര പോലീസ് പരിഷ്കരണത്തിന് കേരള ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. അതുപോലെ തന്നെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ഈ 4 ജില്ലകളിൽ ഇന്ന് മഴക്കാലത്ത് രൂക്ഷമായ പ്രളയക്കെടുതി ഉണ്ടായ സ്ഥലങ്ങളാണ്. അവിടെ ഇന്ന് പാസിംഗ് ഔട്ട് ഇന്ന് പാസിംഗ് ഔട്ട് ഒന്ന് നടത്തും. നാളെ ഞാൻ പത്തനംതിട്ടയിൽ നടത്തുന്നുണ്ട്. പാസിംഗ് ഔട്ട് കഴിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ക്ലീനിങ്ങിനും വേണ്ടി നിയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ജീവനക്കാർ ഓൾറെഡി അവിടെ ഉണ്ട്. അവരും ചേർന്ന് പാവപ്പെട്ട ജനങ്ങൾ വീടുകളിൽ പോയി താമസിക്കാൻ പോകുമ്പോൾ അവിടെയെല്ലാം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. അത് ക്ലീൻ ചെയ്യാനും ആളുകളെ സഹായിക്കാനും പുതിയ പാസിംഗ് ഔട്ട് നടത്തി പുറത്ത് വന്നിട്ടുള്ള പുതിയ പോലീസുകാരെ നിയോഗിക്കാനും എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഈ പദ്ധതി പൂർണ്ണമായും ജനങ്ങൾക്ക് വേണ്ടി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കാവലാളായി പോലീസ് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം ഇതിനാവശ്യമായ ട്രെയിനിങ് നൽകി അവരെ ഇതിനെ എക്വിപ്പ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്.